പച്ചപ്പും ഹരിതാപയൊന്നും ഇല്ലാതെ നമ്മക്കെന്താ ആഘോഷം അല്ലേ? മൈസൂരിലെ ബോൺസായി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനകത്തേക്കുള്ള അനുമതി ഷീട്ട് നൽകുന്നിടത്ത് കായൊന്നിന് 10 രൂപ നിരക്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാക്ഷാൽ രുദ്രാക്ഷം എന്തുകൊണ്ടോ ഇവിടത്തെ നല്ലവനായ കാവൽക്കാരൻ ഞങ്ങൾക്ക് വെറുതെ തന്നത് കണ്ട് ദൂരെ നിൽക്കുന്ന രുദ്രാക്ഷ മരം കുലുങ്ങിച്ചിരിച്ചു. സൂക്ഷിച്ചു നോക്കണ്ട, ചിരിക്കുന്നുണ്ട്. പല വർഷങ്ങൾ പഴക്കമുള്ള 1000-ൽ പരം തരുവൈവിധ്യങ്ങൾ, വൻമരങ്ങളാകുന്ന ചെടികളുടെ രൂപഭംഗിക്ക് കളങ്കം വരുത്താതെ വളർച്ച മുരടിപ്പിച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഒതുക്കി വളർത്തുന്ന ഉദ്യാന കല. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഏകദേശ രൂപം എന്ന് ചുരുക്കി പറയാം. അങ്ങ് ചൈനയിൽ ഉദ്ഭവിച്ച് ജപ്പാനിലേക്ക് കുടിയേറിയവൻ. ജാപ്പനീസ് ഭാഷയിൽ ബോൺ എന്നാൽ ആഴം കുറഞ്ഞ പാത്രമെന്നും സായ് എന്നാൽ സസ്യമെന്നും അർത്ഥം. 1992 മുതൽ കാത്തു സൂക്ഷിച്ചു വരുന്ന ഈ ചെടിയുടെ ചെടിച്ചട്ടിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന തേരട്ടയോട് സൊറ പറഞ്ഞു. പുള്ളിക്ക് മലയാളം അത്ര വശമില്ലാന്ന് തോന്നുന്നു. സാരല്ല, പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുമ്പോ സഞ്ജീവനി പർവ്വതം ചുമന്നു പോകുന്ന ഹനുമാനെ ചിത്രീകരിക്കുന്ന സാക്ഷാൽ റഹ്മാൻ എന്ന എന്റെ വചനത്തിന് വെള്ളാരം കല്ല് വിരിച്ച വഴിയിലൂടെ നഗ്നപാതയായ അകത്തുകടന്ന് തിരിച്ചു വരുന്ന എന്നെ നോക്കി ഒരമ്മ പെറ്റ മക്കളെപ്പോലിരിക്കുന്നു എന്ന കണവന്റെ പ്രതിവചനം. നല്ല മനുഷ്യനായിരുന്നു. കുറച്ചു കാലങ്ങളായി എന്നോടൊപ്പമുള്ള സഹവാസത്തിന് ശേഷം പിന്നെന്തൊക്കെയോ സംഭവിച്ചു. ഇതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുന്ന ബുദ്ധന്റെ കഥകളും ബാക്കി വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മ മൈസൂരിനിന്ത. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.